ഞാൻ രമേശ് സാറിനെ പരിചയപ്പെടുന്നത് 2008 പോലെ എന്തോ ആണ്. അന്ന് ഞാൻ ചെറുത് ഒന്നുമില്ല, എൻ്റെ ഇളയച്ചൻ്റെ പ്രായമുണ്ട്. അല്ല, അന്ന് ഞാൻ ചെറുത്. അപ്പം ആംഗ്ലോ ഇൻ്റലിജൻസിൻ്റെ പനമ്പള്ളി ഇത് ഇദ്ദേഹത്തിൻ്റെ ടീച്ചർ എഡിസൺ സാർ. അപ്പോൾ ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി ചേർന്ന സമയമാണ്. അപ്പോൾ ചേർന്ന് പിന്നെ ഒരു പട്ടി ഷോ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്തോ കേട്ടിട്ടാണ് രമേശ് സാർ ഒരു ദിവസം എന്നെ പരിചയപ്പെടാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രമേശ് സാറ് അവിടെ എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആണ്. സാറിൻ്റെ ഏറ്റവും അരുമ ശിഷ്യൻ, ഒരു സെലിബ്രിറ്റി പൊസിഷനിൽ അന്നുള്ള ആളാണ്. അപ്പം നമുക്കൊക്കെ അദ്ദേഹം നമ്മളെ കാണാൻ വന്നല്ലോ. പക്ഷെ വന്നിട്ട് ആദ്യം അദ്ദേഹം എന്നെ സാർ എന്ന് വിളിച്ചു. അത് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, നിങ്ങൾ ടീച്ചറല്ലേ. അപ്പോൾ അത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും പിന്നെ എന്തോ ഇഷ്ടം കൊണ്ടൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് തൊട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാർ എന്നാണ് വിളിക്കല്. മനസ്സിലാളിയ അണ്ണ, പിന്നെ വേറെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പലതും വിളിക്കും അങ്ങോട്ടും മനസ്സിൽ. പക്ഷെ പുറത്തെപ്പോഴും രമേശ് സാറും ആദി സാറൊക്കെയാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. അന്ന് തൊട്ട് സ്വപ്നങ്ങൾ കഥ ഷെയർ ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല. ഇല്ല, നമ്മൾ കഥകൾ ഇങ്ങനെ ഒരുപാട് ഷെയർ ചെയ്യും. എന്തെങ്കിലും ഒരു ഹേഡിൽ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ എൻ്റെ വീട്ടിലല്ലെങ്കിൽ അവരുടെ നമ്മൾ ഒന്നിച്ച് തന്നെ ആയിരുന്നു കുറേ വർഷം. ക്ലാസ് കഴിഞ്ഞിട്ടാണെന്നെങ്കിലും അല്ലെങ്കിലും വീക്കെൻഡുകളിലും. അതായത് ഒരു 6-8 വർഷം മുമ്പേ ഉണ്ട് ഈ ഡ്രീം. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ബിൽഡിങ് ഓരോ നിലയിലും ഞാനിങ്ങനെ കയറുമ്പോൾ ഞാൻ വിചാരിച്ചോ, എനിക്കറിയില്ലായിരുന്നു ഏത് തോതിലാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് കുറച്ചൊരു ഇമോഷണലായി ഇടക്ക്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് കേരളത്തിൽ ഈ കിങ് മേക്കേഴ്സ് എന്ന് പറയും കുറേ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള, അന്നും ഫേമസ് ആയിട്ടുള്ള കുറേ മോട്ടിവേഷൻ ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുന്ന സ്ഥാപനം. അപ്പാരൻ്റ്ലി ദ ബെസ്റ്റ് ഇൻ കേരള ഓർ സൗത്ത് ഇന്ത്യ. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നും അവരൊക്കെ മോട്ടിവേഷൻ ട്രെയിനേഴ്സാണ്. ആ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും മോട്ടിവേഷൻ ട്രെയിനേഴ്സാണ് ഇന്ന്. അപ്പോൾ അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നതിൽ ആദ്യം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കഥയാണ് സാറ് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി ഒരുപാട് പ്രചോദനമുള്ള കഥകൾ ഉണ്ടാവട്ടെ, കൂടെ ഉണ്ടാവും. Anybody can speak English. The Western Speaker, പാലാരിവട്ടം.